ഇപ്പൊ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് വൺ ഓഫ് എ കോംപ്ലിക്കേറ്റഡ് തിങ് ഇൻ പാരന്റിങ് ആണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, രണ്ട് പാരൻസും കൂടെ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നമാണ്. ഇനി ഇതേപോലെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരൻസിനെ കാണുന്ന കുട്ടിക്കും പ്രശ്നമാണ്. സോ വാട്ട് ഷുഡ് വി ഡു വെൻ നമ്മൾ രണ്ടുപേരും കമ്പാറ്റബിൾ അല്ല, നമുക്ക് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റിൽ ഈസ് ഡിവോഴ്സ് ഇസ് എ ഗുഡ് ഡിസിഷൻ ഓർ നോട്ട്? രണ്ടുപേരും കോമ്പാറ്റബിൾ അല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ അഗൈൻ ഞാൻ പറയുന്നു, ആ ഡിസഗ്രിമെൻറ്റ്സ് നിങ്ങൾ എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും കോമ്പാറ്റബിൾ അല്ല എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അവരെ സംബന്ധിച്ചോളം ചിലപ്പോൾ അവർക്ക് ഡിവോഴ്സ് ചെയ്യേണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഡിസഗ്രിമെൻറ്റ്സ് നിങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ രീതി മാറ്റുക. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ഫോണിൽ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടി ഉറങ്ങിയിട്ട് ഡിസ്കസ് ചെയ്യുക, കാറിലിരുന്ന് ഡിസ്കസ് ചെയ്യുക, നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഡിസ്കസ് ചെയ്യുക. കൊച്ചിന് മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം അതാണ് കൊച്ചിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ എൻവയൺമെൻറ്റ് പിന്നെ പീസ്ഫുൾ ആൻഡ് സ്വീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. നമ്മൾ കോമ്പാറ്റബിൾ അല്ല, ഫൈൻ, കുഴപ്പമില്ല. എന്നാൽ നമ്മൾ പക്ഷേ കൊച്ചിന് വേണ്ടി വേണേൽ ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല. ഐ മീൻ ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഞാൻ പറയുന്നു കുട്ടിയുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണ്. നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യാമെന്നു എന്ന് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ അഡൽട്ട്സ് ആണല്ലോ, അവരുടെ ചോയ്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ കോമ്പാറ്റബിൾ അല്ല എന്ന് തിരിച്ചറിയുന്നു, കുട്ടിയുടെ മുമ്പിൽ തന്നെ വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ എൻവയൺമെൻറ്റ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് പറയുക. ഓൾവേസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് അഡൽട്ട്സ് ഒരുമിച്ച് ലവ് ചെയ്യുന്ന ഒരു എൻവയൺമെൻ്റ് ആണ്. പക്ഷേ ആ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പീസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു എൻവയൺമെൻറ്റ് തേടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുട്ടിക്ക് ഒരാളുടെ കൂടെയാണ് നിൽക്കാനായിട്ട് ചിലപ്പോൾ പറ്റുള്ളൂ. പക്ഷെ അപ്പോഴും മറ്റേ ആൾ ബയോളജിക്കൽ പാരൻ്റായിട്ട് നിലനിൽക്കുമ്പോൾ അവിടെ പിന്നെ നിങ്ങൾ ആ പിരിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കോമ്പാറ്റബിൾ ഇഷ്യൂ ആണല്ലോ നിങ്ങൾ ആ സോൾവ് ചെയ്തത്. ബൈ ഗോയിങ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് യു ജസ്റ്റ് സോൾവ് വാട്ട് യുവർ പ്രോബ്ലം വാസ്, അല്ലേ? ഡിവോഴ്സിലൂടെ നിങ്ങളുടെ പ്രശ്നം എന്തായ സോൾവായി, സൊല്യൂഷൻ കഴിഞ്ഞല്ലോ, രണ്ടുപേരും രണ്ട് സ്ഥലത്തായല്ലോ. ഇനി കുട്ടിക്ക് വേണ്ടി നിൽക്കുക. അപ്പോൾ ഇനി ഇത് കുട്ടിക്ക് വേണ്ടി നിൽക്കണം എന്താ, ഇനിയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് ഈ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. കെൻ യു ഗോ ഫോർ എ ട്രിപ്പ്? ഇപ്പം എൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എല്ലാവരോടും ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ടാണ് നമ്മൾ പിരിയുന്നത്, പരിചയക്കാരെ പോലെ പിരിയുന്നു. അപ്പം നമുക്ക് ഈ കുട്ടി പറയാം എനിക്ക് അച്ഛനും അമ്മേനെ ഒരുമിച്ച് നാളെ ഒരു വെക്കേഷന് പോയാൽ കൊള്ളാമെന്നുണ്ട്, കൊച്ചു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും, അല്ലേ? ഈ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ആണെന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഹസ്ബൻഡിനും ഉണ്ട്, അമ്മയ്ക്കും ഉണ്ട്. അപ്പം നമ്മൾ തന്നെ വെക്കേഷൻ ആകുമ്പോൾ ഒരു ഹോളിഡേ പ്ലാൻ ചെയ്ത് പറയുമ്പോൾ എനിക്ക് കമൻറ്റ് ഇപ്പോൾ വരും, പിന്നെ അയാളുടെ കൂടെ ഞാനിനി വെക്കേഷന് പോകും എന്ന് പറയണുണ്ട്. പക്ഷേ ഇസ് ഇറ്റ് പോസിബിൾ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ്, ബിക്കോസ് യു ജസ്റ്റ് സോൾവ് യുവർ പ്രോബ്ലം ത്രൂ ദി ഡിവോഴ്സ്. വാട്ട് ഈസ് ദി നെക്സ്റ്റ് പ്രോബ്ലം? എന്താ ഒരു സ്ട്രേഞ്ചറായിട്ട് എന്താ പ്രോബ്ലം എന്താ? എനിക്ക് നമുക്ക് ആദ്യത്തെ ഒരു കുട്ടി നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ പ്രഗ്നൻ്റ് ആയി കുട്ടിക്ക് ബർത്ത് കൊടുത്തു. രണ്ടാമതൊരു കുട്ടീനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം വാട്ട് ഷുഡ് ബി അവർ പ്രിഫറൻസ്? അതായത് നമുക്ക് രണ്ടാമത്തെ കുട്ടീനെ വേണം എന്നുള്ളതാണോ, അതോ ഈ കുട്ടിക്ക് നമ്മുടെ ആദ്യത്തെ കുട്ടിക്ക് ഒരു കമ്പാനിയനും കൂടെ വേണമെന്നുള്ളത് ആണോ പ്രിഫറൻസ് ആയിട്ട് വരേണ്ടത്? അത് അഗെയിൻ എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ അൺലേൺ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ എൻ്റെ കുട്ടി ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോഡിൽ വണ്ടികളൊന്നുമില്ല. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അമ്മേ റോഡ് നല്ല രസമുണ്ട് കാണാൻ, ഞാൻ ഇതിൽ കൂടെ ഓടിക്കോട്ടെ? അപ്പോൾ കൊച്ചിനെ സംബന്ധിച്ചോളം പാർക്ക് കാണാനും അതുപോലെ തന്നെയാണ്, നല്ല രസമാണ്. റോഡ് കാണുമ്പോഴും ആരുമില്ല, നല്ല ക്ലീൻ ആയിട്ട് ടാർ ചെയ്തിട്ടിരിക്കുന്ന റോഡാണ്. പക്ഷേ ഇത് റോഡാണെന്നും മറ്റേത് പാർക്കാണെന്നും ഉള്ള ധാരണ എനിക്കുണ്ട്, അത് കുട്ടിക്കില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ അഡൾട്ട് ആയതുകൊണ്ടും ഞാൻ ഈ ലോകത്തിൽ പൊതുവേ ജീവിച്ച് കുറച്ച് നാളായതുകൊണ്ടും ഉള്ള എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. കുട്ടിക്ക് ആ ധാരണയോ ആ ലേണിങ്ങോ വന്നിട്ടില്ല. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു കമ്പാനിയന് വേണ്ടി ആ കുട്ടി ചോദിക്കുന്നത്. കുട്ടിയുടെ ലെവൽ ഓഫ് ലോകത്തെ മനസ്സിലാക്കൽ വെച്ചിട്ടാണ്. പക്ഷേ ഈ രണ്ടാമത് വരുന്ന കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആൾക്കാർ നമ്മളാണ്. ആ കുട്ടീനെ സ്കൂളിൽ വിടേണ്ട ആ ചിലവ് നമുക്കാണ്. ഈ കുട്ടിയെ വളർത്താൻ സമയത്ത് വരുന്ന ദേഷ്യം, നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ആദ്യത്തെ കുട്ടിക്ക് ഫിസിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോഴും വാരി കൊടുക്കുന്ന പ്രായമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പോട്ടി ട്രെയിനിങ് ഇതൊന്നും കഴിഞ്ഞിട്ടില്ലാത്തതൊക്കെ നമുക്കേ അറിയുള്ളൂ. ആദ്യത്തെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. കുട്ടിയെ നോക്കുമ്പോൾ എന്താ, അപ്പുറത്തെ വീട്ടിൽ ആൾക്ക് കളിക്കാൻ എന്തായോ അനിയത്തി വന്നു, അല്ലെങ്കിൽ അനിയൻ കുട്ടൻ വന്നു, എനിക്ക് വരുന്നില്ല. ഇയാൾക്ക് ഇത്രേ ആ ലെവലേ ഉള്ളൂ, അയാളുടെ ചിന്തകൾ അത്രേ വളർന്നിട്ടുള്ളൂ. അയാൾ കമ്പയർ ചെയ്യണം അയാളെ പോലെ തന്നെ വേറൊരാളുമായിട്ടാണ്. പക്ഷെ അവിടുത്തെ അഡൽട്ട് ആരാ? അച്ഛനും അമ്മയാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് ഇവർക്ക് ഇതിനുള്ള ബാക്കിയുള്ള ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ആയോ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ വൈ നോട്ട്.